പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. പകർച്ചവ്യാധികളുടെ പരിഭ്രാന്തി ഉണ്ടാക്കി ചാനലുകൾക്ക് മഹോത്സവം, പത്രങ്ങൾക്ക് ആഘോഷം, മെഡിക്കൽ മാഫിയയ്ക്ക് വമ്പിച്ച വരുമാനം. മഴക്കാലം വരുമ്പോൾ വ്യാപകമായിട്ട് ആളുകൾക്ക് പനിയുണ്ടാകും. അതിന് പറ്റിയ ജീവിത രീതിയാണ് ജനങ്ങളുടേതെന്ന് വെച്ചോളൂ. ഒരു മഴയത്ത് പോലും പനി കിട്ടുന്നില്ല എങ്കിൽ ക്യാൻസറിലേക്ക് കൂട്ടത്തോടെ വീഴേണ്ടതായി വരും. ക്യാൻസറിനെ ഇല്ലാതാക്കുന്നതാണ് പനി. അനിയന്ത്രിതമായി പെരുകുന്ന കോശങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാക്കാൻ ശരീരത്തിലെത്തുന്ന ടോക്സിക് എലമെൻസിനെ, വിഷാംശങ്ങളെ കത്തിച്ചു കളയല്, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ ചംക്രമണം, ഓട്ടം, ലിംഫാറ്റിക് ഫ്ലൂയിഡ്സിൻ്റെ സഞ്ചാരം തടയപ്പെടുമ്പോൾ അവിടെ പെരുകാനിടയാകുന്ന അണുക്കളെ കത്തിച്ചു കളയാൻ, കൊന്നുകളയാൻ, ചൂടുകൂട്ടാൻ ശരീരത്തിനറിയാം. തെറ്റായ ഭക്ഷണ സാധനങ്ങളിലൂടെ കഫമുണ്ടാകുമ്പോൾ, നീർക്കെട്ട് കൂടുമ്പോൾ അത്തരത്തിലുള്ള വിഷാംശങ്ങളെ കൈകാര്യം ചെയ്യാനും പനിയുണ്ടാക്കാൻ, ചൂടുണ്ടാക്കാൻ ശരീരത്തിനറിയാം. ഇതാണ് പനി. കൊണ്ട് പനി വരുമ്പോൾ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത് പോലെ, അല്ല എങ്കിൽ ബ്രിട്ടനിലെ ആശുപത്രിക്കാർ പറയുന്നത് പോലെ പനിയാണ്, നാളെ ഡോക്ടറുടെ ഒരു അപ്പോയിൻമെൻറ്റ് വേണം. ഒരമ്മ രാത്രി 8 മണിക്ക് ആശുപത്രിയിലേക്ക് വിളിച്ചു. എപ്പോഴാണ് പനി തുടങ്ങിയത്? അത് വൈകിട്ടൊരു 6 മണിക്കാണ് തുടങ്ങിയത്. കൊച്ചിന് തീ പൊള്ളുന്ന പനി. 3 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി, നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് മൂടിപ്പോച്ച് കിടത്ത് കേട്ടോ. ആ ബ്രിട്ടനിലെ രീതി അടിമത്തൊഴിലാളികൾക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. അടിമത്തൊഴിലാളികൾ അടിമത്വമാണ് ആനന്ദമെന്ന് ധരിച്ചു വശായവരും മാസം കിട്ടുന്ന ശമ്പളവും പെൻഷനും. നിങ്ങൾക്ക് മാസം കിട്ടുന്ന ശമ്പളം ഒറ്റ ദിവസം കൊണ്ടൊരു വഞ്ചിക്കാരന് കിട്ടിയെന്ന് വരും എന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയാൻ കഴിയുകയില്ല. കാരണം അത് അന്തസ്സില്ലാത്തതാണെന്നൊക്കെ ഒരു മിഥ്യാധാരണ. ആശുപത്രിയിൽ നിന്ന് രോഗികൾക്ക് കിട്ടുന്ന രോഗം കാരണം പകർച്ചവ്യാധി എന്ന് അവർ പറയും, അല്ല അണുബാധ എന്ന് പറയും. അത് തെറ്റാണ്. കാരണം ആശുപത്രിയിൽ നിന്ന് അങ്ങനെ രോഗം കിട്ടുമെങ്കിൽ നമ്മുടെ ഡോക്ടർമാർക്ക് മുഴുവൻ സ്ഥിരം രോഗം ഉണ്ടാവണ്ടേ? അവരുടെ ആയുസ് വളരെ കുറവാണ്. രോഗികൾ 75 വയസ്സ് വരെ ശരാശരി ജീവിക്കുന്ന കേരളത്തിൽ അലോപ്പതി ഡോക്ടർമാരുടെ ശരാശരി ആയുസ് 53 വയസ്സാണ്. അത് ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ എല്ലാം വ്യാപകമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കാണുന്നതും പ്രായോഗികമായി ചെയ്തു നോക്കുന്നതും ഡോക്ടർമാരാണ്. കാരണം 53 വയസ്സാണ് ശരാശരി ആയുസ്. അതിപ്പോൾ കൂടിയിട്ടുണ്ട്, 62 വയസ്സായിട്ട് ഉയർന്നിട്ടുണ്ട്. കാരണം ഞങ്ങളെ കാണുന്നതും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്തു നോക്കുന്നതും അലോപ്പതി ഡോക്ടർമാരാണ്. അതെൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ രോഗികളെക്കാൾ 12 കൊല്ലം മുമ്പ് ചത്തുപോവുകയാണ്. അത് ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കൊണ്ടാണ് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രോഗികളുടെ ഇടയിലല്ലേ ഞങ്ങളുമൊക്കെ ജീവിക്കുന്നത്? എല്ലാത്തരം രോഗികളുമായിട്ടും കാല് മുറിക്കണമെന്ന് ആശുപത്രിക്കാർ പറയുമ്പോൾ വല്ല രക്ഷയുണ്ടോ രക്ഷിക്കാനെന്ന് നോക്കി ഞങ്ങളുടെ അടുത്ത് വരുന്ന ആളുകളുണ്ട്. അതിൽ 80% കാലുകളും ഞങ്ങൾ കഴുകി, വെയിൽ കൊള്ളിച്ച്, പ്രകൃതി ഭക്ഷണം കൊടുത്ത്, പ്രകൃതി ചികിത്സ മറ്റുള്ളത് ചെയ്തിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തൊരു അണുബാധയാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടാവേണ്ടത്. ആയുർവേദ ആശുപത്രിയിൽ ഇതുപോലെ ഡോക്ടർമാർക്ക് ആയുസ് കുറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നില്ല. ആ മരുന്നിൻ്റെ ഗന്ധം, അതേപോലെ തന്നെ എക്സ്റേ, സ്കാനിങ് യന്ത്രങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ ആശുപത്രി മുഴുവൻ ഒരു ഭീകര കേന്ദ്രമാണ്. ആവശ്യമില്ലാത്ത സർജറികൾ, ചെയ്യാൻ പാടില്ലാത്ത സർജറികൾ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ പലരും തുറന്നിട്ട് സ്പ്രെഡായിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ച് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ ആ രോഗിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാൻസർ കൊണ്ട്, വേദന കൊണ്ട് പൊളഞ്ഞ് കുറച്ച് മയക്കുമരുന്നും കുത്തിവെച്ചിട്ട് കീറി മുറിച്ച് അങ്ങനെ തന്നെ തുന്നി വെച്ച് ആ സർജറിയുടെ വേദനയും പെയിൻ കില്ലറുകളുടെ ദ്രോഹവും ഒക്കെ ആയിട്ട് അവശേഷിക്കുന്ന ദിവസങ്ങൾ എങ്ങനെ ഭീകരമായിട്ടായിരിക്കും അവർ മരിക്കുക.
മെഡിക്കൽ ക്രൈമാണ്, മെഡിക്കൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ നാട്ടിലെ പല സർജറികളും. മെഡിക്കൽ കോളേജുകളിൽ ശിഷ്യർ ഡോക്ടർമാർക്ക് MDക്ക് ചേരാൻ ഇത്ര സർജറി ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പേരുടെ സർജറി അങ്ങ് തീരുമാനിക്കുന്ന ഒക്കെ ഞാനിങ്ങനെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ 12,000 മരണങ്ങളാണ് അനാവശ്യമായ സർജറികൾ ചെയ്തതിനെ തുടർന്നുണ്ടാകുന്നത്. പകർച്ചവ്യാധികളുടെ പരിഭ്രാന്തി ഉണ്ടാക്കി ജനങ്ങളെ ബന്ധികളാക്കി മരുന്ന് കഴിപ്പിക്കുന്ന, പേടിപ്പിച്ച് പനി പിടിപ്പിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. കമൻറ്റുകൾ എഴുതണം, കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കണം. നന്ദി, നമസ്കാരം.